ഊർക്കട വരെ ഒന്ന് പോണേനി. എത്രയാണ്? അത് 80. 80 റുപ്യ? ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ 60 ആളെ കൊടുക്കല്. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ പൈസ തരണ്ട. പക്ഷെ നിങ്ങൾ പൈസ തരുന്നുണ്ടെങ്കിൽ എനിക്ക് 80 റുപ്യ ഇടണം. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടേക്ക് 80 റുപ്യ വാങ്ങല്. നിങ്ങൾ 60 റുപ്യ ആരാ നിങ്ങൾക്ക് ഇവിടെ ഇറക്കി തരുന്നത് നമുക്കറിയില്ല. നമ്മൾ ചാർട്ട് വരുന്നുണ്ട്. സീത കറക്റ്റ് ചാർജ് 80 റുപ്യ ഞങ്ങൾ ഇവിടെ വാങ്ങി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 60 തരുള്ളൂ. ഇത് 60 റുപ്യ ഞാൻ അത്ര കൊടുക്കലേ ഉള്ളൂ. വേണം ആളെ പിടിച്ചോ. എടാ ഇത് എന്താണിത്? നിങ്ങൾ എന്തൊക്കെ തരം മനുഷ്യന്മാരാണ്? ഈ 50 റുപ്യൻ്റെ സ്ഥലത്തേക്ക് 60 റുപ്യ തന്നു പോവാ. ഞാൻ അതേ തീരുള്ളൂ. 20 റുപ്യക്ക് വേണ്ടിയിട്ട് ഇയാളെ തല്ലാൻ പറ്റുന്നത് എന്താ അങ്ങനെ ചെയ്യാ? ഇതിപ്പോ എന്താ ഇത് അയാളുടെ കഴിക്കല്ലോ തീരാൻ ഈ പാടം കൊണ്ടു കൊടുക്കേണ്ടപ്പോൾ ഞാൻ പോയി നോക്കാം. ഞാൻ നിങ്ങൾ തെരഞ്ഞു വരീ. വലിയ ഉപകാരം കേട്ടോ. അല്ല ഞാനിപ്പോൾ അവിടെ വണ്ടി സ്റ്റാൻഡ് കൊണ്ട് നിർത്തിയപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ കൈ കിട്ടിയേക്കൊണ്ട് വെച്ചില്ല. അതിൽ എന്താ ഉള്ളത് നോക്കിയാൽ ഞാൻ തുറന്നിട്ടൊന്നുമില്ല. ആ ഉണ്ട് കേട്ടോ. ഞാനേ മോളെ പണ്ട പണയം വെച്ചിട്ട് എടുത്ത് വരികയാണ്. ഒരു 1.5 ലക്ഷത്തിന് മുതലുണ്ട്. വലിയ ഉപകാരം കേട്ടോ. എന്നാ ശരി കേട്ടോ. ഓക്കെ ഞാൻ പോയി. അതൊന്നും വേണ്ട, നമുക്ക് വേണ്ട. ഇത് നിങ്ങൾ പൈസ ഒന്നും തരണ്ട. ഇത് നമ്മളൊരു കൂലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നല്ല. അത് നമ്മളൊരു കടമയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? കാരണം നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഇതിൻ്റെ നൈപ്പിനുള്ള കൂലി തന്നില്ല. 80 റുപ്യ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ 60 റുപ്യ തന്നെ നിങ്ങൾ പോയത്. അതിൻ്റെ അധ്വാനത്തിൻ്റെ കൂലിയാണ്. അത് തരൂലെന്നാണ് നിങ്ങൾ പോകുന്നത്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ആ സാധനം കണ്ടില്ല നിൽക്കാം. അത് ചെയ്തില്ല. കാരണം അത് നമ്മളൊരു കടമയാണ്. ഇത് നമ്മളൊരു തൊഴിലാണെങ്കിലും ഇത് നമ്മളൊരു സേവനം കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതുപോലെ നമ്മളെ ഈ മേഖലയിലുള്ള ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ കിട്ടല്ലേ. ആ കിട്ടുന്ന സാധനമൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് മതി കഴിഞ്ഞൂടെ. പക്ഷെ അത് ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ അത് അതായതുള്ള ആൾക്കാരെ കണ്ടെത്തി വളരെ ഏൽപ്പിക്കും. അതല്ലെങ്കിൽ വല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ഏൽപ്പിക്കും. ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതാണ്. കാരണം അത് നമുക്ക് ജയിക്കില്ല മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും ഞങ്ങൾക്ക് കൊടുക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ ഇതുപോലെ കാര്യങ്ങൾ കിട്ടരുത്. പിന്നെ ഒരു കാര്യം പർച്ചേസ് ചെയ്തിട്ട് ഓട്ടോറിക്ഷ കയറിയിട്ട് 20 റുപ്യ 10 റുപ്യക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പിടക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഒരു 10 റുപ്യ 20 റുപ്യ നമുക്ക് അധികമായിട്ട് നമ്മളൊന്നും നേടില്ല. പക്ഷെ നമ്മൾ അധ്വാനത്തിൻ്റെ കൂലിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ നമ്മളോട് കച്ചവടമാക്കി 60 റുപ്യ തരുള്ളൂ നിങ്ങൾ പോയി. എന്നിട്ട് ഞാനിതോട് കൊണ്ടുവന്നത് എന്താ? ആദ്യം ഞാൻ വന്നതിന് നിങ്ങൾ കൂലി തന്നു. അതിൻ്റെ അധ്വാനത്തിന് കൂല. ഇപ്പോൾ ഞാൻ വന്നത് നമ്മുടെ ഒരു സേവനമായിട്ടാണ് ഞാൻ വന്നത്. അതിൽ ഞങ്ങളോട് പൈസ വാങ്ങുന്ന അർത്ഥമില്ല. ഇനി നാളെ നിങ്ങൾ ഇതുപോലുള്ള ഒരാളോട് ഇങ്ങനെ പെരുമാറാൻ മതി. അത്രയോളം നമുക്ക്. എന്നാ പറ്റേ.